സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യ തലസ്ഥാനത്തെ AICC ആസ്ഥാനത്ത് അരങ്ങേറിയത് സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങളും ദേശീയഗാനത്തോടുള്ള അങ്ങേയറ്റത്തെ അനാദരവുമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആവേശവും ഊർജവും പകർന്നു നൽകിയ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കുന്നത് തടയാൻ കോൺഗ്രസ് പരമോന്നത നേതാവ് സോണിയാഗാന്ധി നേരിട്ട് ഇടപെട്ടെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും പ്രതിക്കൂട്ടിലായി. ദേശീയതയും ഭാരതീയ പാരമ്പര്യത്തെയും എന്നും പുച്ഛത്തോടെ മാത്രം വീക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ ചിന്താഗതിയാണ് ഇന്ദിരാഭവനിൽ വെളിച്ചത്ത് വന്നത്. വന്ദേ മാതരത്തോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി വൻ ജനരോഷമാണ് ആഞ്ഞടിക്കുന്നത്. ഡൽഹി IPA സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രമുഖ അഭിഭാഷകർ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി ഔദ്യോഗികമായി പരാതി നൽകി കഴിഞ്ഞു. മംഗളൂരുവിലെ ഉറുവ പോലീസ് സ്റ്റേഷനിൽ BJP നേതാക്കളായ വികാസ് പുറ്റുവും രാജഗോപാലും പരാതി നൽകിയതിനു പുറമെ ബംഗളൂരുവിലെ മല്ലേശ്വരം പോലീസ് സ്റ്റേഷനിൽ യുവമോർച്ചയും പരാതി നൽകിയിട്ടുണ്ട്. അപമാന ശ്രമത്തിൽ ഡൽഹി പോലീസ് നിയമോപദേശം തേടിയ ശേഷം കടുത്ത നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയും ഒന്നിച്ചു ചേർന്ന് ദേശീയഗാനത്തിന്റെ ആലാപനം ആംഗ്യം കാട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ നെറികെട്ട മുഖമാണ് ഇവർ പുറത്തെടുത്തത്. രാജസ്ഥാനിലെ ചിറ്റോർഘട്ടിൽ നടന്ന പൊതുപരിപാടിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു. അല്പമെങ്കിലും ലജ്ജ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വന്ദേ മാതരത്തിന്റെ സൃഷ്ടാവ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനശ്വര സ്മരണയോടും രാജ്യത്തെ ജനങ്ങളോടും സോണിയാഗാന്ധി കൈകൂപ്പി മാപ്പ് പറയണമെന്നായിരുന്നു അമിത്ഷാ ആവശ്യപ്പെട്ടത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൊച്ചുമകനും BJP MLAയുമായ സുമിത്രോ ചാറ്റർജി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, പശ്ചിമ ബംഗാൾ BJP നേതാക്കൾ തുടങ്ങി പ്രമുഖരെല്ലാം സോണിയാഗാന്ധിയുടെ ഈ ചരിത്രപരമായ അപരാധത്തിനെതിരെ രംഗത്തെത്തി. 1937 അവിഭക്ത ഇന്ത്യയിൽ വന്ദേ മാതരം വെട്ടിച്ചുരുക്കാൻ കാണിച്ച അതേ മനോഭാവത്തിന്റെ ലജ്ജാകരമായ ആവർത്തനമാണ് AICC ആസ്ഥാനത്ത് കണ്ടതെന്ന് സുമിത്രോ ചാറ്റർജി കത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് വക്താവ് സുരേന്ദ്ര ജെയിനും സംഭവത്തെ രൂക്ഷമായാണ് വിമർശിച്ചത്. വന്ദേ മാതരം പൂർണ്ണമായി പാടിത്തീരുന്ന ആ ഏതാനും നിമിഷങ്ങൾ കാത്തിരിക്കാനുള്ള പ്രാഥമിക മര്യാദ പോലും കാണിക്കാത്ത സോണിയാഗാന്ധിയുടെ നടപടി ഭാരതത്തിന് തന്നെ നാണക്കേടാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ആലാപനത്തിനിടെ നേതാക്കൾ അസ്വസ്ഥരായി പരസ്പരം സംസാരിക്കുന്നതും പാട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സോണിയാഗാന്ധി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും കൃത്യമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആലാപനം നീണ്ടുപോയത് ആസൂത്രണത്തിലെ പിഴവാണെന്ന് സേവാദൾ നേതൃത്വം പറഞ്ഞ് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴും മനസ്സിലെ ദേശവിരുദ്ധ ചിന്താഗതിയും അസഹിഷ്ണുതയുമാണ് പുറത്തു വന്നതെന്ന് രാജ്യം തിരിച്ചറിയുകയാണ്. ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ജയ്റാം രമേശ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്വന്തം ആസ്ഥാനത്ത് ഉയരുന്ന വന്ദേ മാതരത്തെ പോലും ഭയക്കുന്ന ഒരു നേതൃത്വത്തിന് രാജ്യത്തെ നയിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. ഈ അനാദരവിന് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും.